ഹലോ. അപ്പോൾ നമ്മളിപ്പോൾ തിരക്കിട്ടൊരു സ്ഥലം വരെ പോകണം. നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. അപ്പം അവരെ കാണാൻ വേണ്ടി പോകുന്നു. അപ്പം ഞാൻ ഇറങ്ങി കുറച്ച് ലേറ്റായി. പാത്തുവിനെ സ്കൂളിൽ വിട്ടിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പം ഇറങ്ങാൻ കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ബാക്കി വിശേഷം നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ ഇതാ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളിത് അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പരിപാടി എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞത്, നമ്മുടെ നാട്ടിൽ ഇന്ന് സ്റ്റാർ സിംഗർ മെമ്പേഴ്സ്, അതായത് സ്റ്റാർ സിംഗറിൽ സീസൺ 10 ഒരു കണ്ടസ്റ്റൻറ്റ് നമ്മുടെ നാട്ടുകാരിയാണ്, അതായത് തീർത്ത. അപ്പം ആള് നമ്മുടെ നാട്ടിലുള്ള കുട്ടിയാണ്. അപ്പം ഇന്ന് അവരുടെ ഹോം ടൂറാണ്. ഏഷ്യാനെറ്റ് ചാനലിലെ സ്റ്റാർ സിംഗറിലെ എല്ലാ കണ്ടസ്റ്റൻസും അവരുടെ ആങ്കറായ വർഷ, അങ്ങനെ ഫുൾ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും കൂടെ നമ്മുടെ നാട്ടിലേക്ക് ഇന്ന് വരുന്നുണ്ട്. അപ്പം അതിൻ്റെ പ്രോഗ്രാം ആട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ലേറ്റ് അയച്ചിട്ട് ഓടി വന്നതേനും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അവരെല്ലാവരും എത്താനുണ്ട്. അപ്പം തീർത്തും ഇവിടെ ഉണ്ട്. അപ്പം ഒരു നാടിൻ്റെ ഫുൾ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണത്. അപ്പോൾ അതാ എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ്, ബാക്കിയുള്ള മെമ്പേഴ്സും അവരുടെ ആങ്കറൊക്കെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ചെണ്ടക്കാരുണ്ട്, പിന്നെ ചെറിയ ചെറിയ കുട്ടികളുണ്ട് ഫ്രണ്ട് തന്നെ നിൽക്കുന്നത്. കൂട്ടത്തിൽ ലല്ലൂച്ചുണ്ട്, പാച്ചുവിൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, കുഞ്ഞാവുണ്ട്, എല്ലാവരും കുഞ്ഞാവിൻ്റെ ചെറുതുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ പാച്ചു ഇന്ന് സ്കൂളിൽ പോയിട്ടുണ്ട്. അവനെ ഞാൻ ഈ പ്രോഗ്രാമിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആളാകെ നല്ല അലമ്പാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇന്നലെ സ്കൂളിൽ ലീവ് ചെയ്യുന്നു, അതുകൊണ്ട് ഞാൻ സ്കൂളിലേക്ക് എന്തായാലും അവനെ വിട്ടു. അപ്പോൾ അതാ എല്ലാവരും കൂടെ അവർ വരാൻ വേണ്ടി കാത്തുക. നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു കേട്ടോ. അപ്പം തീർത്തും ഇവിടെ ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള മെമ്പേഴ്സും അതുപോലെ അവർക്ക് കൂടെയുള്ള കണ്ടസ്റ്റൻസും അവരുടെ ആങ്കറും ബാക്കി ഏഷ്യാനെറ്റ് ചാനലിലെ അവരുടെ ബാക്കി എല്ലാ ആൾക്കാരും ഇവിടെ എത്താനുണ്ട്. അപ്പം എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ്. ഞാൻ വ്ലോഗ് എന്താ പറയുക എടുക്കണം എന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു. പിന്നെ എന്തായാലും എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് ഫ്രീ ആയി എന്ന് കണ്ടപ്പോൾ ഒന്ന് പോയിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ നല്ല വെയിലായിരുന്നു. അപ്പം നമുക്ക് പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ 10 മണിക്ക് നമ്മുടെ ചുടലപ്പാറയുള്ള മെട്രോ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് എല്ലാവരും അവരുടെ കൂടെയുള്ള, അതായത് കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടെ തീർച്ചയായിട്ടും വീട്ടിൽ പോകും. അത് കഴിഞ്ഞ് നേരെ 2:30 ആകുമ്പം PSM കോളേജിലാണ് ആൾ പഠിക്കുന്നത്. അപ്പോൾ അവിടെ പോകും. അവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞ് വൈകുന്നേരം 6 മണിയാകുമ്പോൾ നമ്മുടെ ചെങ്കോട്ടി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ബാക്കി പ്രോഗ്രാമുകൾ കൂടെ ഉണ്ട്. അപ്പം ഇന്നൊരു ഫുൾ ഡേ അവരെല്ലാവരും നമ്മുടെ കോട്ടയ്ക്കലാട്ടുള്ളത്. എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. എല്ലാവരും വരുവാണ്, പുറമേ നിന്ന് ആള് വരികയാണ്. പ്രോഗ്രാം നന്നാക്കി ഗംഭീരമാക്കി നടത്തണം, അങ്ങനെയൊക്കെയുള്ള ഓരോ പരിപാടിയും കാര്യങ്ങളൊക്കെ അത് നിൽക്കുകയാണ്. ചെറിയ പിള്ളേരെല്ലാവരും ഫ്രണ്ടിൽ നിർത്തിയാണ്. അവർ ഇവിടെ എത്താറായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അവർക്ക് വേണ്ടിയുള്ള വെയിറ്റ് ചെയ്യാണ് കേട്ടോ ഇത് നടക്കാണുന്നത്. അപ്പോൾ കൂട്ടത്തിൽ എല്ലാവരും നമ്മുടെ നാട്ടുകാർ, സകല ആൾക്കാരും ഉണ്ട്. നമ്മളെ നാട്ടുകാരെ വക പ്രോഗ്രാമും നടത്തുന്നുണ്ട് കൂടെ. അപ്പം നമുക്കിതേ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അവർ വന്ന വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പം ഇനി ബാക്കിയുള്ള കണ്ടസ്റ്റൻസും അതുപോലെ അവരെ ആങ്കർ എല്ലാവരും ഇനി നടന്ന് വരുന്നത് കേട്ടോ. ആഘോഷം കാണാൻ നല്ല ഗംഭീര രീതിയിലുള്ള പടക്കങ്ങളൊക്കെ പൊട്ടുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് ഇത്രയും രീതിയിൽ നല്ല രീതിയിൽ ഫേമസ് ആവുന്ന ഫസ്റ്റത്തെ ആളാണ്. തീർത്തതിന് മുന്നേ കുറേ റിയാലിറ്റി ഷോയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്തിന് ആൾ റിയാലിറ്റി ഷോയിലൊക്കെ കണ്ടസ്റ്റൻ്റായി പോകുന്ന ടൈമാണ്. ഇപ്പം ഏഷ്യാനെറ്റിലെ സ്റ്റാർ സിംഗറിൽ സീസൺ 10 ഉണ്ടാള്. അപ്പം ഞാനിപ്പോൾ ആളപ്പം ലാസ്റ്റ് കാണുന്ന ഒരു സ്കൂളിൽ പ്രോഗ്രാമിന് പോയപ്പം അവിടെ ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു തീർത്ത. അപ്പം എന്നപ്പോൾ 2-3 ആഴ്ച മുന്നേ അങ്ങനെ എന്തോ തോന്നുന്നു. അന്നാണ് ഞാൻ ഇപ്പോൾ ആളെ ലാസ്റ്റ് കാണുന്നത്. അപ്പോൾ അതാ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം അവരെ ഇവിടുന്ന് സ്വീകരിച്ച് നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്ന രംഗാട്ടേക്ക് കാണുന്നത്. ഞാൻ ഫുൾ എക്സൈറ്റ്മെന്റ് ആണെന്ന് വെച്ചാൽ അതിൽ ആങ്കർ വർഷൻ്റെ കട്ട ഫാനാണ് ഞാൻ. അപ്പം ഞാൻ ആളെ കാണാനല്ലോ എന്നുള്ളൊരു എക്സൈറ്റ്മെന്റിലുള്ള പോക്കായിരുന്നു ഉള്ളത്. അങ്ങനെ ഇതാ അവരെല്ലാവരും എത്തിയിട്ടുണ്ട്. ഇപ്പം ഇനി അവർ ഈ എന്താ പറയുക ഘോഷയാത്രയുടെ കൂടെ അങ്ങോട്ട് ഓഡിറ്റോറിയത്തിലേക്കാണ് വരുന്നത്. അപ്പം അതിലെ കണ്ടസ്റ്റൻസ് ഒക്കെ നല്ല കമ്പനി കേട്ടോ. നമ്മൾ ഇതിലെ കൂടെ പോകുമ്പോഴും ആൾക്കാർ എല്ലാവരും കൂടി സംസാരിച്ച് ഫോട്ടോ എടുക്കാനൊക്കെ എല്ലാവരും കൂടെ എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് അവർ. എനിക്കും കിട്ടിയ ഒരു 3 ഫോട്ടോസ്. അപ്പോൾ ഇതാ ഫുള്ള് എല്ലാവരും കൂടെ ഇനി നമ്മൾ ഓഡിറ്റോറിയത്തിലേക്കാണ് പോകുന്നത്. അപ്പം ഇനിയുള്ള വിശേഷങ്ങൾ നമുക്ക് വൈകിയേ കാണാം.
അപ്പം നമ്മുടെ ചാനൽ പോയിട്ട് കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് ഈ നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. പിന്നെ വീഡിയോ ഇടയ്ക്ക് ഞാൻ സ്പീഡാക്കും. ഇത് ഏകദേശം 1 മണിക്കൂറിന് ഉള്ള വീഡിയോ ആട്ടോ. ഞാൻ ഫുൾ എടുത്തിട്ടില്ല, ഞാൻ കുറേ ഭാഗം ഒഴിവാക്കിയിട്ടുണ്ട്. 10 മണിക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിയുന്നത് ഒരു ഒന്നര എന്ന സമയമായിട്ടുണ്ട് പ്രോഗ്രാം കഴിയുമ്പം. അത് 1:30 ആയിട്ടുണ്ട് കഴിയുമ്പം. അപ്പം അത്രയും ടൈം ഡ്യൂറേഷൻ ഉണ്ടായിരുന്ന പരിപാടിയായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ പല ഭാഗങ്ങളിൽ ഞാൻ വിഷ്വൽസ് സ്പീഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് മുഴുവൻ ഷൂട്ട് ചെയ്ത് ഇടാൻ പറ്റിയിട്ടുമില്ല. പോരാത്തതിന് അത് കണ്ട് നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ കാണുന്നവർക്ക് ബോറാവും എന്നുള്ള അറിയാം. ഞാനാണെങ്കിൽ പോലും ഇങ്ങനെ പരിപാടി നീട്ടി ഒഴിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഞാനും കാണാറില്ല, കുറേയൊക്കെ സ്കിപ്പ് ചെയ്തിടും. അപ്പം അതുകൊണ്ട് ഞാൻ ചില പോർഷൻസ് ഞാൻ സ്പീഡ് ചെയ്യുന്നുണ്ട് കേട്ടോ വീഡിയോ. അപ്പം നമുക്ക് ഇനി നേരെ നമ്മൾ പോകുന്നത് ഓഡിറ്റോറിയത്തിലേക്കാണ്. അപ്പം ഞാനും കുറച്ചു നേരം ഞാൻ ഇവരുടെ കൂടെ അങ്ങനെ നടന്നു. പിന്നെ എനിക്ക് ഇവരുടെ കൂടെ നടന്നിട്ട് വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇടയിൽ വെച്ച് ഞാനൊന്ന് മുന്നിൽ ഓടുന്നുണ്ട് കേട്ടോ. അപ്പം അത് ഫുള്ള് നല്ല രീതിയിൽ എല്ലാ പ്രായപരിധി ഇല്ലാത്ത പരിപാടി എന്ന് പറയാം. ചെറിയ കുട്ടികളടക്കം പ്രായമായ ആൾക്കാർ വരെ കൂട്ടത്തിലുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഞാൻ മുന്നേ പ്രാവശ്യം വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, പ്രോഗ്രാം ഉണ്ടെങ്കിൽ അത് എല്ലാവരും കൂടി ഏറ്റെടുത്ത് ഗംഭീരാക്കി തരുന്നൊരു വിഭാഗം ആൾക്കാരാണ് അവിടെ ഉള്ളത്. അതിന് മുന്നേ ഓണപ്പരിപാടിയിലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിലൊരു ചെറിയൊരു പരിപാടിയാണെങ്കിൽ പോലും എല്ലാവരും കൂടെ കൂടിയിട്ട് അതത് വലിയൊരു പരിപാടിയാക്കി മാറ്റും. അതാണ് നമ്മുടെ നാട്ടിലെ സ്പെഷ്യാലിറ്റി. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ എല്ലാവരും കൂടെ ഉള്ളിലേക്ക് കയറി പോകുന്ന രംഗാണ് ഇനി കാണുന്നത് കേട്ടോ. അപ്പോൾ അവർ ഇവിടുന്ന് കുറച്ച് നേരം ഒരു ചെറിയ രീതിയിൽ എൻജോയ് ചെയ്ത് അവർ അങ്ങനെ ഉള്ളിലേക്ക് ഇനി പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ എന്നിട്ടൊന്നും പാച്ചില്ലാത്തതിനെ കൊണ്ട് എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാനൊരു ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. പക്ഷെ അവനെ വളരെ മിസ് ചെയ്തു. അവനുണ്ടെങ്കിൽ അവൻ മാക്സിമം അവൻ എൻജോയ് ചെയ്തിരുന്നു. ലാസ്റ്റ് അവർ പാട്ടൊക്കെ പാടിയിരുന്നു. അപ്പോൾ ആ സമയം ഉണ്ടെങ്കിൽ അവനെന്തായാലും ആ കൂടുതൽ ചാടിക്കളിച്ചൊക്കെ ഫുൾ ആക്റ്റീവായിരുന്നു. പിന്നെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ തോന്നി കൂട്ടിയാൽ മതിയായിരുന്നു. പക്ഷെ അവൻ വന്നിട്ടുണ്ടെങ്കിൽ അടങ്ങിയിരിക്കുമല്ലോ, ഒന്നാമത് അതാണ് കാര്യം. പക്ഷെ അവന് താല്പര്യമില്ലാത്തൊരു ഇതാണ്. അവന് ഇതാരൊക്കെ എന്തൊക്കെയാന്ന് പോലും അവനറിയില്ല. അപ്പം അതുകൊണ്ട് അവന് ഒരു എന്താ പറയുക പൊരുത്തപ്പെട്ട് പോകൂലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ കൊണ്ടുപോകാനാണ്. ആർക്കും ഇൻട്രസ്റ്റ് ഇല്ലേനു കേട്ടോ അങ്ങനെ പരിപാടി ഉണ്ട് പോരുന്നു വെച്ചപ്പോഴും അവന് നല്ല താല്പര്യം പോലും നമ്മൾ കാണിച്ചിട്ടില്ല. അപ്പം അങ്ങനെ ഒരു സ്കൂളിലേക്ക് വിട്ടതായിരുന്നു. അപ്പോൾ അതാ ഇവിടുത്തെ ആഘോഷം കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ നേരെ മേളിലേക്കാണ് പോകുന്നത്. അപ്പം ഇനി മേളിൽ പോയിട്ടും അവിടെ ഉദ്ഘാടന ചടങ്ങുകൾ, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കുറച്ച് കലാകാരന്മാരും കലാകാരികളുടെ ഒക്കെ ഓരോ പ്രോഗ്രാം അവതരിപ്പിക്കൽ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ എല്ലാ രീതിയിലുള്ള കലാകാരന്മാരും ഉള്ള ഒരു ഏരിയ കേട്ടോ. ഡാൻസിന് തിരുവാതിരയുണ്ട്, കൈകൊട്ടിക്കളി ഉണ്ട്, പിന്നെ അതിന് പാട്ടടിക്കളി, അങ്ങനെ എല്ലാ ഐറ്റം നാടൻ പാട്ടിൻ്റെ ടീമുണ്ട്. അങ്ങനെ എല്ലാതും കൂടി ഉള്ളൊരു നാടാണ്. അപ്പം ഇനി പ്രോഗ്രാം നമുക്ക് കണ്ടിട്ട് വരാം. ഞാൻ പറഞ്ഞു നീട്ടി ഞാൻ ഓളാക്കുന്നില്ല. ഇനി നമുക്ക് പ്രോഗ്രാം കണ്ടിട്ട് വരാം കേട്ടോ. പാട്ടും പറച്ചിലൊക്കെ ആയിട്ട് അവർ വൈകിട്ട് നമ്മുടെ ഓഡിറ്റോറിയത്തിലാണുള്ളത്. അപ്പൊ നമുക്ക് അവർക്ക് വളരെ ഗംഭീരമായ സ്വീകരണം ഒരുക്കുക എന്നുള്ള കർത്തവ്യമാണ് ഇവിടെ നടക്കുന്നത്. അതിനോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട നാട്ടിലെ കുറച്ച് കലാകാരന്മാരുടെയും കലാകാരികളുടെയും കലാവിരുദ്ധം കൂടി ഉണ്ട്. അപ്പൊ അതുകൂടി നമ്മൾ ആസ്വദിച്ചതിന് ശേഷമാണ് നമ്മൾ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. ഒരുപാട് സ്നേഹത്തോട് കൂടിയിട്ട് ആയുർവേദ നഗരിയിലേക്ക്, മതസൗഹാർദ്ദത്തിന്റെ നഗരിയിലേക്ക്, എട്ടിക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ ഈ ഒരു ഗ്രാമവീതിയിലേക്ക് ശാസ്ത്രീയ കൃത്യമായ സ്വാഗതം. കൃഷ്ണശ്രീ ഒരു കൈയ്യിൽ കൊടുക്കാം. കൃഷ്ണശ്രീ എത്തിയിട്ടുണ്ട്. പ്രിയമുള്ളവര്, വൈശാഖനിൽ ദിൽരാജ് ഗോപി, അർജുൻ, ഗായത്രി മേനോൻ, ശിവപ്രിയ സുരേഷ്, വിദ്യരാജ്, പവിത്ര പത്മവ, നമ്മുടെ മാഷ് ദീപു എൻ, സൂര്യനാരായണൻ, ഗൗതം പ്രസാദ്, പാട്ട് പറച്ചിലുമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ദിവാകൃഷ്ണ, നമ്മുടെ വർഷ, എല്ലാവർക്കും കൃത്യമായിട്ടുള്ള സ്നേഹ സ്വാഗതം ആശംസിക്കുന്ന അവരെല്ലാം ഈ ഒരു പരിപാടിയിലേക്ക് സ്നേഹാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. മലയാളികൾ നെഞ്ചേറ്റി പാട്ടിന്റെ മാനാഴി തീർത്തുകൊണ്ട് ചൈത്രയാത്ര തുടങ്ങുന്ന പ്രിയപ്പെട്ടവരാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. അവർ നമ്മുടെ വീണ്ടും നമ്മുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ അവർക്കായിട്ട് ഒരുങ്ങുന്ന ആദ്യ ഒരു പരിപാടി എന്ന നിലയ്ക്ക് തിരുവാതിര കളിയാണ് വേദി നടത്തുന്നത്. അതിലേക്ക് പ്രിയപ്പെട്ടവരെ
കൃത്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട തരുണി മണികളാണ്. നല്ല കയ്യിൽ നൽകി നമുക്ക് അവരുടെ വേദിയിലേക്ക് വെൽക്കം ചെയ്യാൻ കഴിയുന്നവരെ മനോഹരമായ മലയാളി മച്ചന്മാര് അണിഞ്ഞൊരുക്കിക്കൊണ്ട് മനോഹരമായ തിരുവാതിര കളിയാണ് വേദിയിലേക്ക് സ്വാഗതം. താങ്ക് യു. വെളിയിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ പരമാവധി എല്ലാവരും മുകളിലേക്ക് ഇരിക്കുക. ചെയറുകൾ പരിമിതമാണ്. എന്നിരുന്നാലും നിൽക്കാനുള്ള സ്ഥലത്തൊക്കെ പ്രിയപ്പെട്ടവരെ നിന്നുകൊണ്ട് സഹകരിക്കുക. നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ശാസ്ത്രീയസിനെ കൃത്യമായി വെൽക്കം ചെയ്തുകൊണ്ട് അവർക്ക് വളരെ മനോഹരമായ വരവേൽപ്പ് നൽകിക്കൊണ്ട് മലയാളി മന്ത്രമാരായ നമ്മുടെ ഗ്രാമത്തിലെ പ്രിയപ്പെട്ടവർ അണിയിച്ചിരുന്ന തിരുവാതിര കളിയിലേക്ക് നമ്മൾ പോവുകയാണ്. ഒരുപാട് പരിപാടികളുണ്ട്. നമുക്ക് സമയപരിധി കാരണം വെട്ടി ചുരുങ്ങുന്നതാണ്. ഇത് നമ്മൾ അടുത്തതായിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട സാംസ്കാരിക പൈതൃകം വിളിച്ചോടുന്ന ഒരു നാടൻ കലാരൂപത്തിലേക്ക് പോവുകയാണ്. ജന്മിത്വവും അടിയാളത്വവും ഒക്കെ വാണ്ടിരുന്ന കാലത്ത് പാട്ടിലൂടെയും മറ്റു മൊഴികളിലൂടെയും എല്ലാം സംസാരം പാട്ടാക്കി മാറ്റിയ പ്രിയപ്പെട്ടവർ ഞാറ്റുപാട്, അതോടൊപ്പം തന്നെ വാമൊഴിപ്പാട്, ഒരുപാട് നല്ല നല്ല നാടൻ പാട്ടുകളൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു ചവിട്ടുകളിയാണ്. നമ്മുടെ ഗ്രാമത്തിലെ പ്രിയപ്പെട്ട അമ്മമാരാണ് വേദിയിലെത്തുന്നത്. നല്ല നിറഞ്ഞ കൈയിലൊടുന്ന പ്രായം തളർത്താത്ത ആവേശമാണ് ശാസ്ത്രീയത്തിന് മുമ്പിൽ അവർ കാഴ്ചവെക്കുന്നത്. പ്രിയപ്പെട്ട അമ്മമാരാണ്. നല്ല കൈയിലൊടുന്ന പ്രിയമുള്ളവരെ അവർ വേദിയിലേക്ക് കൃത്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അധ്യായനി ആൻറ്റി നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാരാണ്. ഗ്രാമത്തിന്റെ യശസ്, അതിന്റെ ഒരു സന്താത്മത വിളിച്ചോടുന്ന പ്രായം തളർത്താത്ത ആവേശമാണ് നമുക്ക് മുമ്പിൽ അവർ തെളിയിക്കുന്നത്. ഒരു ചവിട്ടുകളിയാണ് അടുത്തതായി വേദിയിൽ അണിയിച്ചിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. പ്രത്യേകമായി നമ്മളൊരു മൈക്ക് അവർ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. കളി തുടങ്ങിയിട്ടുണ്ട്. പാട്ട് നമ്മൾ കേൾക്കണമെങ്കിൽ സൈലന്റ് ആയിരിക്കണം.
ചൊല്ലിയത് നല്ലൊരു നിറഞ്ഞ കൈയടി നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കാം. പ്രിയപ്പെട്ടവരാണ്. ഒരു പ്രോഗ്രാം കൂടി നമ്മുടെ വേദിയിൽ നടക്കാനുണ്ട്. അതിനുശേഷം നമ്മുടെ അതിഥികൾ ചടങ്ങിലേക്ക് പോവുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട വിശിഷ്ട അതിഥികളൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ വേദിയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ സ്വാഗതം ചെയ്യുന്നു. സഹോദരിമാരുടെ കൂടെ ഒരു സഹോദരനുണ്ട്. നിരവധിയായ വേദിയിൽ നാടൻപാട്ടിന്റെ ശീലങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ശ്രദ്ധ നേടിയ പ്രിയപ്പെട്ടവരാണ്. ലോക മലയാളികൾ നിശ്ചയിച്ച് ഒരുപാട് മേഖലയിൽ പ്രവർത്തിച്ച പ്രിയപ്പെട്ട ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എത്തുകയാണ് നമ്മുടെ എടരിക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ സഹോദരിമാരും സഹോദരനും. നല്ല തെരഞ്ഞ കൈ നൽകാം. മനോഹരമായൊരു നാടൻപാട്ട്. പ്രോഗ്രാമിലൊക്കെ ഫുൾ വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റിൽ ചോദിച്ചാൽ മതി. പ്രോഗ്രാമിൻ്റെ ഒക്കെ ഫുൾ വീഡിയോ, അത് അവതരിപ്പിച്ച പരിപാടികളുടെ ഫുൾ വീഡിയോ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ ഇട്ടുണ്ടെങ്കിൽ മൊത്തം കുറേ ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആങ്കറിങ് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലെ ജിതനാട്ടനാണ്, ആളും സിംഗറാണ്. ആളുടെ മകള് താരാജിത്ത്, ആളും സിംഗറാണ്. അവർ കുറേ സ്റ്റേജ് ഷോസ് പ്രോഗ്രാംസിലൊക്കെ പോകുന്ന ആൾക്കാരാണ്.
അപ്പം ജിതിനേട്ടനായിരുന്നു ആങ്കർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു രക്ഷയില്ലാത്ത ഗംഭീര ആങ്കറിങ് ആയിരുന്നു ആളത്. അപ്പൊ നമുക്ക് ഇനി ഇപ്പൊ അവതരിപ്പിച്ചവർക്കുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. അപ്പം ഇതൊക്കെ ഞാനൊന്ന് വെട്ടി കുറച്ച് ചെറുതാക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് മൊമെന്റോ നൽകുന്നത് നമ്മുടെ സംഘാടക സമിതിയിലെ പ്രിയപ്പെട്ട ദിവാകരന്റെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മൊമെന്റോ ഏറ്റുവാങ്ങാൻ തിരുവാതിര കളിയിലെ പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായിപ്പെട്ടവര് വരിയായിട്ട് വന്ന് മൊമെന്റോ സ്വീകരിക്കുക. ചെറിയ സംഘാടക സമിതിയിലെ പ്രിയനായ ചെറിയനാണ് മൊമെന്റോ നൽകുന്നത്. ഈ കൈകൊട്ടി കളിക്ക് ശേഷം നാടൻപാട്ടിലെ പ്രിയപ്പെട്ടവര് പിറകിലായിട്ട് അറിയപ്പെടുക. കേസി രതീഷ് കേസി വി വിശ്വനാഥൻ, സംഘാടക സമിതിയിലെ പ്രിയനായ വി വിശ്വനാഥനാണ് അടുത്തതായിട്ട് നമ്മുടെ മൊമെന്റോ നൽകുന്നത്. സ്വാഗതം ചെയ്യുന്നു. അടുത്ത മൊമെന്റോ നൽകുന്നത് മസൂ കലീമൽ, പ്രിയനായിട്ടുള്ള സംഘാടക സമിതിയിലെ അംഗം മസൂ കലീമൽ. പ്ലീസ് വെൽക്കം. വാസു കെ പ്രസാദ് നമ്മുടെ സംഘാടക സമിതിയിലെ പ്രിയനായ പ്രസാദിനെ മൊമെന്റോ നൽകാൻ വേണ്ടിയിട്ട് വെൽക്കം ചെയ്യുന്നു. പ്രിയപ്പെട്ട നമ്മുടെ മോഹൻ മാഷിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഹരിദാസേനെ സ്നേഹത്തോടെ വെൽക്കം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാർക്ക് മൊമെന്റോ നൽകുന്ന ചടങ്ങിലേക്ക്. അതായത് മുഹമ്മദ് ക പത്തൂര് നല്ല കൈയിലൂടെ നമ്മുടെ പ്രിയപ്പെട്ടനായ കാരണവരാണ്. മമതാന്റെ വേദിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. പ്രകാശ് മസൂ കലിങ്ങൽ എത്തിയിട്ടുണ്ടോ? അടുത്തായിട്ട് കെ ആർ രമേഷ് മാഷിനെ സ്നേഹാർദ്ദമായിട്ട് മൊമെന്റോ നൽകാൻ വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുകയാണ്. പ്രദീപൻ അച്യുതൻ ചുള്ളപ്പാറ, സംഘാടക സമിതിയുടെ പ്രിയപ്പെട്ട അച്യുതൻ ചുള്ളപ്പാറ. ഉണ്ണിമാഷ് ആമപ്പാറകൽ, നമ്മുടെ പ്രിയങ്കരനായ സാഹിത്യകാരൻ ഉണ്ണിമാഷ് ആമപ്പാറകൽ, അദ്ദേഹത്തെ രീതിയിലേക്ക് മൊമെന്റോ നൽകാൻ വേണ്ടി സ്നേഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എല്ലാവരുമായ പാട്ടുകാരൻ ജിതൻ മൊമെന്റോ വന്നു. പ്രകാശനം നൽകുന്നത് അതിലേക്ക് കൂടി സ്വാഗതം ചെയ്യുകയാണ്. വാർഡ് മെമ്പേഴ്സ്, നമ്മുടെ പ്രിയരായിട്ടുള്ള എല്ലാ വാർഡ് മെമ്പേഴ്സും പ്ലീസ് എല്ലാവരും വിശേഷ രീതിയിൽ എല്ലാവരെയും പേരിട്ട് വിളിക്കാനുള്ള സമയപരിധി ഇല്ല. അതുകൊണ്ട് സമയപരിധി എല്ലാവരും രീതിയിലേക്ക് കയറിയിരിക്കുക. ഔപചാരികമായ ചടങ്ങ് നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് അവസാനിപ്പിക്കേണ്ടതുണ്ട്. ചെയ്യുകയാണ് കൃഷ്ണശ്രീ, വൈശാഖി, ദിൽഷാജ് ഗോപി, അർജുൻ, ഗായത്രി മേനോൻ, ശിവപ്രിയ സുരേഷ്, വിധുരാജ്, പവിത്ര പത്മകുമാർ, ദീപു എം, സൂര്യനാരായൺ, ഗൗതം പ്രസാദ്, നമ്മുടെ പാട്ടുപറച്ചിലുമായിട്ട് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ദിവാകൃഷ്ണൻ, നമ്മുടെ പ്രിയകരിയായിട്ടുള്ള അവതാരിക വർഷ, എല്ലാവരെയും സ്നേഹത്തോടു കൂടിയിട്ട് നമ്മുടെ ഗ്രാമം, നമ്മുടെ നാട് വരവേൽക്കുകയാണ്. ആയുർവേദത്തിന് നല്ല രീതിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. വെള്ളിക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ സ്നേഹാദരം ഏറ്റുവാങ്ങാൻ ഏവരെയും സ്നേഹത്തോടെ വെൽക്കം ചെയ്യുകയാണ്.
സാസിനേഴ്സിന്റെ കൂടെ എത്തിയ എല്ലാവരും നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. എസ്പെഷ്യലി നമ്മൾ വെൽക്കം ചെയ്യുന്നു നമ്മുടെ സാഹസികരുടെ മനസ്സിൽ മധുരമൂടുന്ന സംഗീതത്തിന് ഉയർത്തി നമ്മുടെ എല്ലാം തൊഴിലിൽ ദേശ സാഹസിക ദേശപത്ത് മനസാക്ഷിയായ കുമാരി തീർത്ഥ സത്യന്റെ തൊഴിലിനെ നമ്മുടെ നാടിന്റെ സന്തോഷത്തിൽ പങ്കുചേരാനായി എത്തിച്ചേർന്നിട്ടുള്ള ഏഷ്യാനെറ്റ് വാർത്തകൾ സംഘടനയും മറ്റു വിശിഷ്ട അതിഥികൾക്കും ഹൃദയപൂർവ്വമായ സ്വാഗതം ആശംസിക്കുന്ന ഈ വേളയിൽ ആദ്യമായി ഞാൻ സന്ദേശം നമ്മുടെ ഈ കൊച്ചുനാടിന്റെ അഭിമാനമായി സംഗീതമേയിൽ തിളങ്ങി നിൽക്കുന്ന തീർത്ഥയെ നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കാൻ വേണ്ടിയാണ് ആദ്യം ജനകീയ കൂട്ടായ്മ എന്നിവിടെ പ്രതീക്ഷിക്കുന്നത്. സ്വരത്തിനും സ്വപ്നങ്ങൾക്കും ചെറുകുകൾ നൽകി മലയാളിയുടെ ഹൃദയങ്ങളിൽ സംഗീതത്തിന്റെ പുത്തൻ അധ്യായങ്ങൾ തീർത്ത ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ ആദ്യമായി നമ്മുടെ നാട്ടിലെത്തുകയാണ്. ഓരോ ആണ്ടിലും തന്റേതായ കയ്യൊപ്പ് പ്രാപ്തി നമ്മുടെ തീർച്ചയായും കലാകാരൻ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് പിന്തുണ നൽകാനും പ്രോത്സാഹിപ്പിക്കാനുമാണ് ഈ നാളെ ഒത്തുകൂടിയിരിക്കുന്നത്. യുവജനോത്സവ വേദികളിൽ തുടങ്ങി കുട്ടിപ്പട്ടുകുമ്പ് ടോപ്പ് സിംഗർ ഇപ്പോൾ സ്റ്റാർ സിംഗർ പ്രിയപ്പെട്ട സ്റ്റാർ സിംഗേഴ്സിന് നൽകുന്ന വളരെ മനോഹരമായ ചടങ്ങാണ്. നമ്മൾ കാത്തിരുന്ന ആ അസുലഭ മുഹൂർത്തത്തിലേക്ക് കടക്കുകയാണ്. ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗേഴ്സിന് ആയുർവേദ നഗരിയിലേക്ക് സ്വാഗതം. ഓരോരുത്തരെയും വിളിക്കുന്നു. അവർക്കുള്ള സൂചനകൾ നൽകാൻ പ്രിയപ്പെട്ടവരികയാണ്. സ്നേഹത്തോടെ വെൽക്കം ചെയ്യുകയാണ്. ആദ്യമായിട്ട് കൃഷ്ണശ്രീ വേദിയിലേക്ക് കൃത്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. സ്റ്റാർ സിംഗേഴ്സ് സീസൺ 10 പ്രിയപ്പെട്ടവരാണ്. അവരെ നല്ല കൈയ്യിൽ നൽകിക്കൊണ്ട് സ്വാഗതം ചെയ്യുക. വൈശാഖൻ അനിൽ, ദിൽരാജ് ഗോപി, അർജുൻ, ഗായത്രി മേനോൻ. കയ്യടിയാവട്ടെ, നമ്മുടെ ഗ്രാമത്തിന്റെ ആ ഒരു സ്നേഹം അവർക്ക് നൽകുക. ഗായത്രി മേനോൻ, ശിവപ്രിയ സുരേഷ്, വിധുരാജ്, പവിത്ര പത്മകുമാർ. കയ്യടിക്ക് ശക്തി പോയപ്പോ നമ്മുടെ ഗ്രാമത്തിന്റെ കയ്യടിയുടെ ശക്തി കൊടുത്തവർക്ക് ദീപു മാഷാണ്, അധ്യാപകനാണ്. നല്ലൊരു കയ്യടി കൊടുക്കാം. സൂര്യനാരായൺ ഗൗതം പ്രസാദ്, ഇനി നമ്മുടെ സാഹസികരുടെ മുന്നോട്ടുള്ള രീതിയിൽ പാട്ടും പറച്ചിലും ഒക്കെ ആയിട്ട് നമ്മുടെ മനം കവർന്ന പ്രിയങ്കരനായിട്ടുള്ള അവതാരകൻ ഗൗതം പ്രസാദ്. ദിവാകൃഷ്ണ പ്ലീസ്. പ്രോഗ്രാമിൽ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് അവതരണമാണ്. അതിൽ നിറസാന്നിധ്യമായി മലയാളികൾ വിജയിക്കുക നമ്മുടെ പ്രിയപ്രിയായിട്ടുള്ള വർഷ. സാക്ഷിന്റെ പ്രിയപ്പെട്ട അവതാരിക വർഷയ്ക്ക് സ്നേഹഭൂഷണത്തെ നൽകുകയാണ്.
ഏഷ്യനെറ്റിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ മൻസൂർ അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ആദരവ് ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ, ഔപചാരികമായ ചടങ്ങ് പുരോഗമിക്കുന്നു. നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ അധ്യക്ഷ പ്രസംഗം അത് നടത്തുന്നത് നമ്മുടെ പ്രിയനായിട്ടുള്ള സ്വാഗത സംഘം ചെയർമാൻ കെ ഉണ്ണികൃഷ്ണൻ അവരാണ്. ഇദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഏഷ്യനെറ്റിന്റെ ബാക്കിയുള്ള ക്രൂ മെമ്പേഴ്സ് എല്ലാവരും ഒന്ന് ജസ്റ്റ് വേദിയിലേക്ക് എത്തിച്ചേരുക. ഇനിയിപ്പോ ലോക മലയാളികൾ നിശ്ചയിക്കുന്ന ഏഷ്യനെറ്റിലൂടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും മനം കവർന്ന നമ്മുടെ നാടിന്റെ അഭിമാന താരം തീർത്ഥ സത്യം എന്ന അതുല്യ പ്രതിഭയ്ക്ക് നമ്മുടെ നാട് നൽകുന്ന സ്നേഹാദരം ഒരു പൂച്ചെണ്ട് നൽകാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയനായ പ്രസിഡന്റ് ഫസലുദ്ദീൻ തൈ അവരുടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ തീർത്ഥയെ വളരെ കൃത്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഓളികളായിട്ടുള്ള അവതാരിക പ്രിയപ്പെട്ട വർഷയെ ആ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിൽ എങ്ങോടെങ്ങോടുമുള്ള പ്രിയപ്പെട്ട മനസ്സിൽ ലോകമേഖല മനസ്സിൽ എല്ലാം നേടിയ പ്രിയയായ അവതാരിക വർഷ അവരുടെ വേദിയിലേക്ക് കൃത്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അവർക്കുള്ള ഒരു സ്നേഹ സമ്മാനം നൽകുന്നത് നമ്മുടെ നാട്ടിലെ പ്രിയയായിട്ടുള്ള ഒരു കലാകാരിയാണ് സ്വപ്ന വർഷയുടെ ഒരു ചിത്രം കൈപ്പടയിൽ വരച്ചിട്ടുണ്ട്. ആ ഒരു ചിത്രമാണ് നമ്മുടെ വേദിയിലേക്ക് വർഷയ്ക്ക് വേണ്ടിയിട്ട് നൽകുന്നത്. അത് സഫാനയെ വേദിയിലേക്ക് കൃത്യമായിട്ട് സ്വാഗതം ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട കലാകാരിയാണ് സഫാന. പ്രീസ്വരം അത് ഏറ്റുവാങ്ങാൻ വേണ്ടി പ്രീതിയായിട്ടുള്ള വർഷയെ സ്നേഹത്തോടെ വെൽക്കം ചെയ്യുകയാണ്. സീസൺ 10ന്റെ അവതാരികയാണ്. അപ്പോൾ നമ്മുടെ ശാസ്ത്രീയ സീസണിൽ അത് വരാൻ പറ്റിയത് കോട്ടയത്തിൽ ആക്ച്വലി ഞാൻ ജനിച്ച സ്ഥലം കൂടിയാണ്. കോട്ടയത്തിൽ ഏത് ഹോസ്പിറ്റലിൽ ജനിച്ചതിന്റെ അറിയില്ല, അമ്മയ്ക്ക് അറിയില്ല, അമ്മ വരുന്നതിന്. അപ്പോൾ എൻ്റെ അമ്മയുടെ വീടിവിടെയാണ്, കോട്ടയത്തിലാണ്. ഞാനെൻ്റെ ഓർമ്മ വെച്ച എന്താ പറയുക, എല്ലാ കുറച്ച് നല്ല ഓർമ്മകളും എനിക്കുള്ളത് അമ്മയുടെ വീട്ടിലും ഈ കോട്ടയത്തിൽ തന്നെയാണ്. അപ്പോൾ തീർത്ഥയുടെ വീട്ടിലോട്ട് നോക്കിന്ന് വരിക എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ചധികം ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. കാരണം എനിക്ക് അറിയാവുന്ന സ്ഥലമാണ്, എനിക്ക് അറിയാവുന്ന എന്താ പറയുക കഥകളും ഒക്കെ നമുക്കറിയാവുന്ന നമ്മുടെ സ്ഥലം എന്ന് പറയുന്ന സ്ഥലമായതുകൊണ്ട് അപ്പൊ ഇവിടെ ഇങ്ങനെ വന്ന് സംസാരിക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എനിക്കറിയാം നമ്മളിവിടെ കുറച്ചധികം നേരമായി കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് സമയം എടുത്തുകൊണ്ട് തന്നെ ഇങ്ങനെ സംസാരം കേട്ടിരിക്കാൻ വലിയ ആഗ്രഹം എനിക്ക് അറിയില്ല. അതുകൊണ്ട് അങ്ങനെ സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് എല്ലാവരും പരിചയപ്പെട്ടിട്ട് പോവാം. നിങ്ങൾ ശാസ്ത്രീയം കാണാറില്ലേ? അപ്പോ പിന്നെ ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പം എല്ലാവർക്കും അറിയാലോ അല്ലേ, നമ്മുടെ കുട്ടികളുടെ പേരും കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയാം. പക്ഷെ എന്നാലും ഞാൻ വെറുതെ ഒന്ന് ചടങ്ങിന്റെ ഒരു ഭാഗം എല്ലാവരും പരിചയപ്പെടാം. അപ്പൊ ഇത് അർജുൻ വൈശാഖൻ ഗൗതം പാലക്കാട്, ബിജു കോട്ടയം, തൃശ്ശൂർ, പിന്നെ നമ്മുടെ ബിസിനസ് കോഴിക്കോട്, ഗായത്രി പാലക്കാട്, പിന്നെ നമ്മുടെ പാട്ടുകാരനാണ് ദിവാകൃഷ്ണ ബാംഗ്ലൂർക്കാരനാണ്. പിന്നെ ശിവപ്രിയ കണ്ണൂരാണ്. തീർത്ഥ എവിടെയാണ്? പിന്നെ നമ്മുടെ സൂര്യൻ കൊല്ലാണ് സ്ഥലം. പവിത്ര തുറമുഖയാണ്. ദീപു നമ്മുടെ ട്രിവാൻഡ്രം. അപ്പം ഇതാണ് നമ്മുടെ 12 ശാസ്ത്രീയ സീസൺ ചെറിയ കണ്ടസ്റ്റൻസ്. ചെറിയൊരു ബ്രേക്കാണ്, ഹോം ടൂറിന്റെ ബ്രേക്കാണ് ബിഗ് ബോസിലോൺ തന്നെ. അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ ഇതാണ് പരിപാടി. നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവരും വീട്ടിൽ പോവാം, നല്ല ഭക്ഷണമൊക്കെ കഴിക്കുക, എന്നിട്ട് എല്ലാവരും കാണുക, സംസാരിക്കുക. അത് ഇതേപോലെ കുറച്ച് എന്താ പറയുക അവരുടെ അങ്ങനെ പരിപാടികൾ ഉണ്ടാവും. അവിടെ ചെന്നിങ്ങനെ അവസാനമൊക്കെ പറയുക. അത് വെച്ച് വേറെ വലിയ പറയുക നമ്മുടെ പെർഫോമൻസ് ഒക്കെ ആയിട്ട് മൊത്തത്തിലൊരു ടൂർ കളിക്കുന്ന വൈബിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. അപ്പോൾ ഈ നവംബറിൽ നിങ്ങൾ റീലോഞ്ച് ചെയ്യാൻ പോവാണ്.
ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ് റീലൻസ് വരുന്ന സമയത്ത് എല്ലാവരും കാണില്ലേ? നിങ്ങളിപ്പോഴും സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ? അപ്പൊ ഹോം ടൂർ ടെലികാസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഹോം ടൂറും കാണാം. ഈ റീലോഞ്ച് ആകുമ്പോൾ റീലോഞ്ചും എല്ലാവരും കാണാം. നമ്മുടെ ഗുരുകുലത്തിൽ കോൺവെന്റ് സ്കൂൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം. ഇനി നമ്മളെല്ലാവരും നമ്മൾ ഇവര് 12 കൂടെ ചേർന്നിട്ടൊരു പാട്ട് പാടാം. പാട്ട് കേൾക്കണ്ടേ? കണ്ടിട്ടുള്ളൂ. നേരിട്ട് കേൾക്കണമെന്ന് ആഗ്രഹമില്ലേ? പാടാം അല്ലേ? ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഗസ്റ്റുകളുടെ വക 2 പാട്ടുണ്ടോ. ഈ പാട്ടിൽ നമ്മുടെ നാട്ടിലെ സകല ആൾക്കാർ ഡാൻസ് ചെയ്യുന്നതും കൂടെ കിട്ടും. അതായത് നമ്മുടെ കൈകൊട്ടികൾ കളിച്ച അമ്മമാരൊക്കെ ഉണ്ടല്ലോ, അവരുടെയൊക്കെ ഡാൻസും കൂടെ ഉണ്ടോ കൂട്ടത്തിൽ. അപ്പം അതൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. പ്രോഗ്രാം ഇവിടം കൊണ്ട് തീരുന്നില്ല. ഈ 2 പാട്ട് കഴിഞ്ഞിട്ട് ഇനിയും ബാക്കി കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആങ്കറായ അവരും കൂടെ ഒന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അതും കൂടി കണ്ടുവരും. ആദ്യം നമുക്ക് നമ്മുടെ പാട്ടൊന്ന് കഴിഞ്ഞിട്ട് വരാം. നല്ലൊരു കൈ തരും. ഈ മുന്നിലിരിക്കുന്ന നമ്മുടെ അമ്മമാരും നടപ്പാട്ടുമായി ജീവിച്ചവർ എല്ലാവരും ഉണ്ട്. പാട്ട് കേൾക്കുന്ന സമയത്ത് എല്ലാവരും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. മാക്സിമം എൻജോയ് ചെയ്യണം. ഓക്കെ,
ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും മനോഹരമാക്കി തന്നതിന്, ഇത്രയും നല്ല സ്വീകരണം നൽകി തന്നതിന് ഒരുപാട് സന്തോഷം. എൻ്റെ എല്ലാ നാട്ടുകാർക്കും, പിന്നെ രാവും പകലില്ലാതെ വേണ്ടി ഓടി ഒരുപാട് പേരുണ്ട്. പേരെടുത്ത് ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും ഒരുപാട് നന്ദി.
പ്രോഗ്രാം അവസാനം ഘട്ടങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ ബൈ, സീ യു. നിങ്ങളുടെ ശബ്ദം കേൾക്കണം എന്ന് പറയുന്നത് ഒരുപാട് പാട്ടൊന്നുമില്ല, പാട്ടൊക്കെ ഒരുപാടില്ലേ. അല്ല, ഒരുപാട് സന്തോഷമുണ്ട് ശരിക്കും. തീർച്ചയായിട്ടും ഇന്നലെ ഫുൾ ടെൻഷനിലായിരുന്നു. കാരണം ഓരോ സ്ഥലത്ത് നമുക്ക് കിട്ടുന്ന സ്വീകരണം അതിന്റെ എന്താ പറയാ, അതിന്റെ ആ ഒരു വലിപ്പം കണ്ടിട്ട് ഇനി ഇതിനും അപ്പുറം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ടെൻഷനിലായിരുന്നു ഇന്നലെ. തീർത്ത ടെൻഷൻ എല്ലാം വന്നെങ്കിൽ അടിപൊളി പരിപാടിയായിരുന്നു, സൂപ്പർ പരിപാടിയായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ആനയിച്ച് കൊണ്ടുവന്നായിരുന്നു ചെണ്ടമേളവും ഈ എന്താ ഈ കളർ പുകയും ഒക്കെ ആയിട്ട് അല്ലേ, ഗംഭീര പരിപാടിയായിരുന്നു. മുത്തുക്കൊടയും ഒക്കെ ആയിട്ട്. പിന്നെ ഞാൻ എന്താ പറയാ, ഒരുപാട് പേരുടെ അധ്വാനം ഇതിന് പിന്നിലുണ്ടെന്ന് അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നേരത്തെ മൊമെന്റോ നൽകാനൊക്കെ ആയിട്ട് സ്വാഗത സംഘത്തിലുള്ളവർ ഇതിന്റെ സംഘടകരെയൊക്കെ വിളിച്ചപ്പോ അവരുടെ ഷർട്ട് ദേഹത്ത് ഒട്ടിയിരിക്കുകയാണ്. വേർത്തിട്ട് ഒരൊറ്റ ആളുടെ ഒരു വേർപ്പില്ലാത്ത ഒരു ഷർട്ടില്ല, ഫുള്ള് വേർപ്പ്. ഇതിന് വേണ്ടി ഓടി നടക്കാനെല്ലാവരും അതിനോട് ഏറ്റവും വലുതാണ് അവരുടെ ഏറ്റവും വലിയ തെളിവാണ് അവരുടെ ഷർട്ട്. പിന്നെന്താ പറയാ, ഒരുപാട് സന്തോഷം. താങ്ക് യു. നമ്മുടെ അമ്മമാർക്ക് നിങ്ങൾ അതിമനോഹരമായ ഒരു സെലിബ്രേഷൻ കൊടുത്തു. അവർക്ക് മുറുക്കാൻ വീട്ടിലേക്ക് വാങ്ങിക്കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. ആരോ വാങ്ങിക്കൊടുക്കാം വേണ്ടേ? തീർച്ചയായിട്ടും. ഈ പ്രോഗ്രാംസ് ഭയങ്കര വെറൈറ്റി ആയിരുന്നു. നമ്മൾ ഓരോ നാട്ടിൽ ചെല്ലുമ്പോഴും ആ നാട്ടിന്റെ ആ ഒരു സംസ്കാരം കൾച്ചറൊക്കെ നമ്മളും അടുത്ത് നിന്ന് അനുഭവിച്ചറിയായിരുന്നു. ഈ ചവിട്ട് കളി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് എത്ര പേര് കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. അതുപോലെ അതിനുള്ള തിരുവാതിര ഉണ്ടായിരുന്നു. പിന്നെ നാടൻപാട്ട്, അയ്യോ അത് ഗംഭീരമായിരുന്നു, അടിപൊളി പരിപാടിയായിരുന്നു. അങ്ങനെ ഓരോ നാട്ടിൽ ചെല്ലുമ്പോഴും അവരുടെ സംസ്കാരവും അവരുടേതായിട്ടുള്ള കലകളും ഒക്കെ അടുത്തു നിന്ന് കാണാനും ആസ്വദിക്കാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യം കൂടിയാണ് ഈ ഹോപ്പ് ടൂർ നമുക്ക് തരുന്നത്. അതുകൊണ്ട് വെറ്റിലയോ പാക്കോ പോലീസ് പിടിക്കാത്ത എന്ത് അത് നമുക്ക് മൈക്കി പറയാൻ പറ്റില്ല. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ ദ. അപ്പൊ നമ്മള് സ്നാക്സും വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടി താഴേക്ക് ഇറങ്ങാനായി പ്രോഗ്രാമിലൂടെ പ്രേരിപ്പിക്കുകയാണ്. ഒരുപാട് സന്തോഷം. സംഘാടക സമിതിക്ക് വേണ്ടി വീണ്ടും തീർത്ഥയുടെ നാട്ടുകാരായ നമ്മൾക്ക് വേണ്ടി നമ്മൾ തന്നെ നാട്ടിലേക്ക്